ആദ്യം ശ്രീ ജോർജ് ജോസഫ്, താങ്കൾ ഇതിൽ എന്തെങ്കിലും ദുരൂഹത സംശയിക്കുന്നുണ്ടോ? മധ്യപ്രദേശ് പോലീസ് പറയുന്നു പോക്സോ കേസ് ഉണ്ട് എന്ന്, പക്ഷേ കേരള പോലീസ് ആ അന്വേഷണവുമായി സഹകരിച്ചോ? എന്തായാലും ഹൈക്കോടതിയുടെ ഈ അറസ്റ്റ് ചെയ്യരുത് മൊണാലിസയുടെ ഭർത്താവിനെ എന്നുള്ള ഒരു ഉത്തരവ് വന്നതോടുകൂടി അത് സഹായകരമായിട്ടുണ്ട് കേരള പോലീസിനും. കൂടുതൽ അന്വേഷണത്തിനായി മധ്യപ്രദേശ് സർക്കാരിനെ സഹായിക്കേണ്ടി വന്നില്ല, മധ്യപ്രദേശ് പോലീസിന് തിരിച്ചു പോകേണ്ടിയും വന്നിട്ടുണ്ട്. താങ്കൾ ദുരൂഹത സംശയിക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിനകത്ത് ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ആക്ട് 2006 പ്രസക്തമാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012. ഇതിനകത്ത് 2020 എനിക്ക് തോന്നുന്ന ആ ഡേറ്റ് ഓഫ് ബർത്ത് 2028 ആണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെ, 2009. അതായത് ഇപ്പോൾ ഈ ഡിസംബർ 30-നാണ്. അല്ല, ഞാൻ പറഞ്ഞ ദേശീയ ST കമ്മീഷൻ അവരുടെ കണ്ടെത്തൽ അനുസരിച്ച് 2009 അങ്ങനെ വരുമ്പോൾ പ്രായപൂർത്തിയായിട്ടില്ല, അതാണ്. ഇല്ല, 16 വയസ്സും 2 മാസമേ ആകുന്നു. 2009 ഡിസംബർ 30-നാണ് ജനനം യഥാർത്ഥത്തിൽ. 2008 എന്ന് പറഞ്ഞൊരു കള്ള സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് ആ പെൺകുട്ടിയും ഇപ്പം കല്യാണം കഴിഞ്ഞ ഫർമാൻ ഖാനും കേരളത്തിലെത്തിയത്. ആരാണ് ഇവരെ കേരളത്തിൽ കൊണ്ടുവന്നത്? ഇവർക്ക് രണ്ടുപേർക്കും ഡേറ്റ് ഓഫ് ബർത്ത് കേരളത്തിൽ ഇല്ല. പക്ഷേ മിശ്ര വിവാഹത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ എന്ന രീതിയിൽ അവരെ ഇവിടെ കൊണ്ടുവന്നത് ആര്? പക്ഷേ ഈ കുട്ടി മൈനറാണ്. മൈനർ ആകുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതിനകത്ത് പ്രൊവിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് 2006 അതനുസരിച്ച് ഇത് വോയിഡാണ്. ഈ മാരേജ് അത് നിലനിൽക്കുന്ന മാരേജ് അല്ല. അതുപോലെ അത് കല്യാണം നടത്തിക്കൊടുത്തത് അവരും കുറ്റക്കാരാണ്. അത് അരുമാനൂര് ശ്രീ നൈനാൻ ദേവക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ആ കല്യാണം. അവിടുത്തെ ആ പഞ്ചായത്തിൽ ഈ മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ കുട്ടിക്ക് ഏകദേശം 16 വയസ്സും 2 മാസമേ ഉള്ളൂ. നമുക്ക് ഈ കുട്ടിയെ നമ്മൾ കാണുന്നതെല്ലാം കുംഭമേളയിലെ നീലക്കണ്ണുള്ള കുട്ടി അങ്ങ് വൈലറായി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞ വെള്ളാരം കല്ലുള്ള കുട്ടി. പക്ഷേ ഈ വെള്ളാരം കല്ല് സാധാരണഗതിയിൽ ലോകത്തിലെ 8% ആൾക്കാർക്കേ ഇത് ഉള്ളൂ, അല്ലെങ്കിൽ ഈ നീലക്കണ്ണുകൾ 8% ആൾക്കാർക്കേ ഉള്ളൂ. അത് ബ്ലാക്ക് സീയുടെ അടുത്തുനിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്നവർക്കാണ് സാധാരണ ലോകത്തിൽ ഇത് കാണപ്പെടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പൂർവികരെല്ലാം ബ്ലാക്ക് സീ അവിടുന്ന് ഇവർ വന്നവരാണ്, പശ്ചിമേഷ്യയുടെ നടുഭാഗത്തു നിന്ന് വന്നവരാണ്. അവരുടെ സന്തതിയാണ് ഈ കുട്ടി. അതുകൊണ്ടാണ് ചെറിയ സൗന്ദര്യവും ഈ കൊച്ചിനെ കാണാനും ഒരഴകും ആ നീല കണ്ണുകളൊക്കെ എല്ലാവരെയും നമ്മളെല്ലാം അട്രാക്ട് ചെയ്ത് അങ്ങനെയാണ്. പക്ഷെ കുട്ടിക്ക് 16 വയസ്സേ ആയുള്ളൂ. ആ കുട്ടിയെ ആരാണ് ആ കുട്ടി മധ്യപ്രദേശിലും ഈ കല്യാണം കഴിച്ച പയ്യൻ അത് മഹാരാഷ്ട്രയിലുമാണ്. ഫർഖാൻ ഖാനെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ ആ കുട്ടി മൈനർ ആണെങ്കിൽ റേപ്പ് കേസ് നിലനിൽക്കും. അവിടെയാണ് പ്രശ്നം. ഇതിനകത്ത് ഈ നമ്മുടെ ഇവിടുത്തെ ഒരു മന്ത്രിയും ഇവിടുത്തെ ഒരു പാർട്ടി സെക്രട്ടറിയും അതുപോലെ ഒരു രാജ്യസഭയിലെ ഒരു MPയും ഇതിന് കൂട്ടുനിന്നു. അപ്പം കൂട്ടുനിന്നാലൊക്കെ ഒഫൻസിലോട്ട് പോകുമെന്നുള്ളതാണ്. ഇവിടുത്തെ പ്രശ്നം മധ്യപ്രദേശ് പോലീസ് കൃത്യമായ എവിഡൻസോട് കൂടി വന്നുവല്ലോ. അല്ല, ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി അവിടുത്തെ മധ്യപ്രദേശിലെ ജനന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വെച്ചിട്ടാണ് പോക്സോ കേസ് എടുത്തത് ഭർത്താവിനെതിരെ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം മധ്യപ്രദേശ് പോലീസിന് വേണ്ടത്ര സഹകരണം കിട്ടിയോ കേരള പോലീസിന്റെ ഭാഗത്ത്? താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു? ഇല്ല, ഇവിടെ കിട്ടിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ആ പെൺകുട്ടി എറണാകുളത്തുണ്ട്. ആ പെൺകുട്ടി ഇപ്പം പ്രഗ്നന്റ് ആണെന്നും പറയുന്നുണ്ട്. അത് തന്നെയല്ല, ഫർമാൻ ഖാന് കേരള ഹൈക്കോടതിയിൽ നിന്ന് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് മെയ് 20 വരെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പോലീസ് മടങ്ങിപ്പോയത്. പക്ഷെ അന്വേഷണം നടത്തുന്നതിന് തടസ്സമില്ലല്ലോ. അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് എന്നേ ഉള്ളല്ലോ. അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് എന്നല്ലേ ഉള്ളൂ. മൊഴിയെടുക്കുന്നതിനും അങ്ങനെയുള്ള തടസ്സങ്ങൾ വന്നിട്ടില്ല. അതിനൊന്നും ഒരു തടസ്സമില്ല. പക്ഷെ ഈ കുട്ടിയെ കാണിച്ചില്ല. കുട്ടി എവിടെ ആരുടെ പ്രൊട്ടക്ഷനിലായിരുന്നു. കാരണം ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. കുട്ടി പ്രഗ്നന്റ് ആണ്. ഈ പ്രഗ്നന്റ് ആയ ഒരു കുട്ടി ഇനി മൈനർ കുട്ടി പ്രസവിച്ചാൽ അത് തീർച്ചയായിട്ടും അതിന്റെ കസ്റ്റോഡിയൻ ഗവൺമെന്റേ വരുള്ളൂ. ഹസ്ബൻഡ് കൊണ്ടുപോകാനൊക്കില്ല. അത് തന്നെയല്ല, തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെ ആ പെൺകുട്ടിയുടെ പേരൻസ് വന്നിട്ട് ഞങ്ങളുടെ കുട്ടിയെ രക്ഷപ്പെടുത്തണം, ആ കുട്ടി മൈനറാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ SHO അതിന് പിന്തുണ കൊടുത്തില്ല, അവരെ തഴഞ്ഞു വിട്ടു. അത് അടുത്തൊരു ഒഫൻസാണ്. അപ്പോൾ 18 വയസ്സിന് 21 വയസ്സ്
ഇനി കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ആക്ടിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസിനകത്തും പ്രശ്നമാണ്. കാരണം ഒരു മൈനറിനെ അതിനകത്ത് ഒരു പെനിട്രേറ്റീവ് സെക്ഷൽ ഒഫൻസ് നടത്തിയാൽ 7 വർഷം മുതൽ ജീവപര്യന്തം വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് കൂട്ടു നിൽക്കുന്ന സെക്ഷൻ 17 ഇവിടുത്തെ ഒരു മന്ത്രിയും ഇവിടുത്തെ ഒരു പാർട്ടി സെക്രട്ടറിയും അതേ സമയത്ത് ഒരു രാജ്യസഭ എംപിയും അവിടുത്തെ അമ്പലത്തിലെ ഒരാളും. അപ്പോൾ അതേ ശിക്ഷയാണ് പറഞ്ഞിരിക്കുന്നത്. 7 വർഷം മുതൽ ലൈഫ്. ഇത് അത്ര നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. കാരണം SC കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട്. കേരള DGP വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നും മധ്യപ്രദേശ് DGPയുടെ അടുത്തും ക്ലിയർ ഡയറക്ഷൻ വന്നിട്ടുണ്ട്. രണ്ടാമത് ഇവരെ ഹാജരാക്കിയത് ആ സർട്ടിഫിക്കറ്റ് എവിടുന്നാണ് അത് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞു. യഥാർത്ഥ സർട്ടിഫിക്കറ്റ് ആ കുട്ടി ജനിച്ച സ്ഥലത്ത് നിന്ന് ആ മാതാപിതാക്കളുടെ കയ്യിലുണ്ട്. അങ്ങനെയല്ലേ നമ്മൾ നോക്കുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ മറ്റുള്ള ആൾക്കാരുടെ അവരുടെ സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് വന്നാൽ അത് നമ്മളെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ കേരളത്തിലാണ് നമുക്ക് അതിന്റെ കോപ്പി എടുക്കാനും വെരിഫൈ ചെയ്യാനും പറ്റും. ഇത് വെരിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതിവിടെ മിശ്രഭാവം എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു റേപ്പ് വന്നു. അതിനകത്ത് തീർച്ചയായിട്ടും ആ റേപ്പ് ചെയ്ത കുറ്റത്തിന് പ്രൊമോട്ട് ചെയ്ത ആൾക്കാരും ഈ മന്ത്രിയും ഈ രാജ്യസഭാ മെമ്പറും അതുപോലെ തന്നെ അമ്പലത്തിലെ അയാളും പരികർമ്മിയായിട്ട് നിന്നവരും അവരെല്ലാം പ്രതിയാകും. അതേ ശിക്ഷയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് ഊരിക്കൊണ്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അവിടുത്തെ DGP ആണ് കേസെടുക്കാൻ ആദ്യം മധ്യപ്രദേശിലെ DGP നിർദ്ദേശിച്ചത്. കേസെടുക്കാൻ അവിടുത്തെ DGP ആണ്. അവിടുത്തെ ഒരു വനിതാ SI ആണ് അവിടെ അവരുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം ലീഗലായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നപ്പം വേണ്ട പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തില്ലാത്തതുകൊണ്ട് അവർ മടങ്ങിപ്പോയി. പിന്നെ നിയമപരമായി അറസ്റ്റ് ആ പയ്യനെ ചെയ്യാനും പറ്റത്തില്ല. അതിപ്പോൾ അവർ ഒന്നെങ്കിൽ കേരള ഹൈക്കോടതിയിൽ ഇപ്പം അപ്പീർ ചെയ്യും, ഇല്ലെന്നെങ്കിൽ സുപ്രീം കോടതിയിൽ പോകും. കാരണം അത് തീർച്ചയായിട്ടും പോക്സോ കേസിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് ഒരു സംരക്ഷണം കേരളത്തിലുള്ള ഇവർക്കാർക്ക് ലഭിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരി ശ്രീ ജോർജ് ജോസഫ്. ശ്രീ രാഹുൽ ഈശോ, താങ്കൾ അങ്ങനെയല്ലല്ലോ കരുതുന്നത്. താങ്കൾ പറയുന്നത് ഈ വിവാഹം അത് യഥാർത്ഥമാണ്, അതിൽ നിയമപരമായി കുരുക്കുകളില്ല എന്നാണല്ലോ. അപ്പോൾ ആരാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത്? ഇപ്പോൾ മധ്യപ്രദേശ് സർക്കാർ കൊടുത്ത ജനന സർട്ടിഫിക്കറ്റുമായാണ് മധ്യപ്രദേശ് പോലീസ് വന്നത്. NCST നാഷണൽ കമ്മീഷൻ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് അവരുടെ കൈവശവുമുണ്ട്. അവർ ആ റിപ്പോർട്ടിൽ അത് എടുത്തു പറഞ്ഞിട്ടും ഉണ്ട്. പിന്നീട് ഇവിടെ അതിനു മുമ്പ് ഇവിടെ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, വിവാഹത്തിനായി ഹാജരാക്കിയ ജനന സർട്ടിഫിക്കറ്റ് അത് മധ്യപ്രദേശ് സർക്കാർ റദ്ദാക്കിയിട്ടുമുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? മധ്യപ്രദേശ് പോലീസ് ഇവിടെ വന്നിട്ടാണെങ്കിൽ വെറും കൈയോടെ മടങ്ങുകയും ചെയ്തു. 100 കള്ളങ്ങൾ പറഞ്ഞാലും ഒരു സത്യത്തെ അതുകൊണ്ട് അതിജീവിക്കാൻ കഴിയില്ല. എത്ര കള്ളം പറഞ്ഞാലും കള്ളം പറയുന്നവർ വിജയിക്കാനും പോകുന്നില്ല. അതാണ് സത്യമേവ ജയതേ എന്ന് നമ്മുടെ കോടതികൾ എഴുതി വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, മുഹമ്മദ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസ് ഇല്ല. മധ്യപ്രദേശ് പോലീസ് ഇട്ടിരിക്കുന്നത് അബ്ഡക്ഷൻ കേസാണ്. ആ FIRന്റെ കോപ്പി എന്റെ ഇരിപ്പുണ്ട്, ഞാൻ അയച്ചു തരാം. ഇനിയും 2, മധ്യപ്രദേശിൽ നിന്ന് മോണാലിസ ഭോസ്ലെ എന്ന് പറഞ്ഞ കുട്ടി ജനിക്കുന്നത് ജനുവരി 1, 2008 അത് തെളിയിക്കാൻ അന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് ആ കുട്ടിയുടെ കയ്യിലുണ്ട്. അതിന്റെ ബേസ് ചെയ്ത് കിട്ടിയ ആധാർ കാർഡുകൾ, 2 ആധാർ കാർഡുകൾ, മോണാലിസ ഏകദേശം 10 വർഷം മുമ്പ് എടുത്ത കുഞ്ഞായിരുന്നപ്പോഴത്തെ ആധാർ കാർഡ്, അതിനുശേഷം ഇപ്പോഴത്തെ ആധാർ കാർഡ്, പാൻ കാർഡ്, അവിടുത്തെ ഇലക്ടറൽ ക്രെഡൻഷ്യൽസ് ഉള്ള കാർഡ്, ഈ കാര്യങ്ങളെല്ലാം ആ കുട്ടിയുടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് NCST പറഞ്ഞിരിക്കുന്ന കാര്യമോ ആ കാര്യം പൂർണ്ണമായും തെറ്റാണ് പറയാൻ കാരണം 2009 ഡിസംബർ 30 ഈ പെൺകുട്ടിയുടെ സഹോദരൻ ജനിച്ച് ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ഈ കുട്ടിയുടേതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രഥം ദൂബെ എന്ന് പറയുന്ന ഒരു വ്യക്തി കൊടുത്ത വ്യാജ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.